ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാ. എന്താണെന്ന് ഞാൻ പറയാവേ. ഇത് പനമ്പള്ളി നറുള്ള എൽസബ. ഇതൊരു ഡിസൈനർ ബോട്ടിക്കാണ്. കുറെ നാളായിട്ട് എൻ്റെ സജഷൻ ലിസ്റ്റിലുള്ളതാ. ഇവരുടെ വളരെ യുണീക്ക് ഡിസൈൻ ആണ്. ട്രഡീഷണൽ, വെസ്റ്റേൺ ആൻഡ് എത്നിക് വെയർസ് എല്ലാം ഇവർക്കുണ്ട്. ലേഡീസ് ആൻഡ് കിഡ്സ് കളക്ഷനും ഉണ്ട്. എൽസബ, ഇത് തന്നെയാണ് ഇവരുടെ ഫൗണ്ടറിന്റെ പേര്. എൽസബയുടെ ആണ് ഈ ഡിസൈൻസ് എല്ലാം. ഈ ഡിസൈൻസ് തന്നെയാണ് ഇവരെ വേറിട്ട് നിർത്തുന്നത്. സാരി ഉണ്ട്, പക്ഷെ ബ്ലൗസ് വരുമ്പോൾ പീസാണ് വരുന്നത്. അപ്പം നമുക്കത് റെഡിമെയ്ഡായിട്ട് ഇല്ല, എടുത്ത് തയ്പ്പിക്കാനുള്ള ടൈമില്ല. അല്ലെങ്കിൽ ഇത് ഈ ടൈപ്പ് സാരിയൊക്കെ അടിപൊളിയായിരുന്നുണ്ടോ, ഉടുക്കാൻ ഈസിയാണ്. ഇതിൻ്റെ തന്നെ ഇതിപ്പം നമുക്കേ എനിക്കും ഹസ്ബൻഡിനും ബേബിക്കും പറ്റുന്നൊരു കളറാണ്. വൈറ്റ് വൈറ്റ് കുർത്ത പുതിയ പ്രിന്റ് അത് പറയുന്നത് പിന്നെ അതിന് മാച്ച് ആയിട്ട് ഉണ്ടല്ലേ. അത് ഇതായിരിക്കും ഒന്നുകൂടെ അല്ലേ. ഞാൻ നോക്കാമേ. ഇപ്പം ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് തക്കുടൂന് നല്ല കരച്ചിലുണ്ടായിരുന്നു. ആൾക്ക് ഉറക്കം വന്ന്. അപ്പോൾ ആളെ പാട്ട് പാടി ഉറക്കിയാൽ മാത്രമേ ഉറങ്ങുള്ളൂ തക്കുടു. അപ്പോൾ പാട്ട് പാടി ഉറക്കാൻ വേണ്ടി ഇതേ വിശാഖ് വന്നേക്കാണ്. പക്ഷെ ഞങ്ങളുടെ തക്കുടു ഇതേ കണ്ണും തുറന്ന് മിഴിച്ച് കിടപ്പുണ്ട്. ഒന്ന് മാറി എടുത്ത് നോക്കി. ഇനി ഞാനൊന്ന് പാടി നോക്കാം. ഒങ്ങോന്ന് ചാഞ്ചാടി ആടി ഉറങ്ങൂ നീ ചരിഞ്ഞാടി. ഞങ്ങളിന്ന് ഗുരുവായൂർ പോകുന്ന വഴിയാണ് കേട്ടോ. പക്ഷെ നല്ല മഴയാണ്. ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങൾ തക്കുടൂന് വേണ്ടി ഇതേ കളിപ്പാട്ടമൊക്കെ വാങ്ങി. ആളുടെ സെയിം കളർ ഡ്രസ്സ് കളിപ്പാട്ടം തന്നെ കിട്ടിയല്ലേ തക്കുടു? ഇത് നല്ല സൗണ്ടുള്ള കളിപ്പാട്ടം. തക്കുടു സൗണ്ടുള്ള കളിപ്പാട്ടമൊക്കെ കിട്ടി കേട്ടോ. ആള് നല്ല കരച്ചിലായിരുന്നു. വണ്ടിയിൽ തന്നെ കുറെ നേരം ഇരുന്നിട്ട് ബോറടിച്ചിട്ട് നല്ല കരച്ചിലായിരുന്നു. അപ്പൊ ഞങ്ങളിത് കൊള്ളാം അല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. 2 കൂടി ഉണ്ട് കേട്ടോ. ഇത് തക്കുവിന്റെ സെയിം ഉടുപ്പിന്റെ കളർ ആയതുകൊണ്ട് തക്കുവിന് ഇത് തന്നെ കൊടുത്ത് കളിക്കാൻ. ഞങ്ങള് ഗുരുവായൂർ ടെമ്പിളിന്റെ ആ വഴി കയറി കേട്ടോ. ഞങ്ങള് 2.5 മണിക്കൂറേ ഉള്ളൂ ശരിക്കും എറണാകുളത്തു നിന്ന് ഗുരുവായൂർ വരെ. പക്ഷെ ഞങ്ങളൊരു 5 മണിക്കൂറായി ട്രാവൽ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ തക്കുടുവിനെ ഇടയ്ക്ക് ഇറങ്ങി പാലൊക്കെ കൊടുത്ത്, പിന്നെ ഇടയ്ക്ക് കരയും, ഇറങ്ങി കുറച്ചു നേരം നടന്ന് പാട്ടൊക്കെ പാടി, പിന്നെ കുറച്ചു നേരം വഴിയിലൊക്കെ കാണിച്ച് അങ്ങനെ ഇറങ്ങി കയറിയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത്രയും സമയം എടുത്തു ഞങ്ങൾ എത്താൻ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറി. നല്ല ഞങ്ങൾ ഇന്ന് നോയമ്പാണ് ഞങ്ങളപ്പം പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. ആള് ഭയങ്കര ഇടയ്ക്ക് ആൾക്കിന്ന് ഒട്ടും മൂടില്ല കേട്ടോ. ഭയങ്കര എന്താ പറയണേ ഇല്ലേ, ഇന്ന് ഭയങ്കര മൂഡ് ഓഫാണ്. ഒരു സുഖം ഉണ്ടായില്ല ഇന്ന് യാത്ര ചെയ്യാൻ അല്ലേ തക്കു? ഒന്നാമത് ആൾക്ക് ഉറക്കം വരുന്നുണ്ട്, ഉറക്കം കിട്ടിയില്ല. രാവിലെ ഇറങ്ങിയതാ ഞങ്ങള് ഇല്ലേ കുട്ടു? നിങ്ങൾ ഈ വഴിയാണ് പോണേ കേട്ടാ. ഇത് ബാക്ക് സൈഡ് ആണോ? ചാവക്കാട് എന്താണ്? ഓക്കെ, ചാവക്കാട് വഴിയാണ് നമ്മൾ പോകുന്നത്. അമ്പലത്തിന്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത്. ബാക്കാണോ അത്? സോറി, അമ്പലത്തിന്റെ ബാക്കാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ അമ്പലത്തിന്റെ അവിടുന്ന്. 2 കിലോമീറ്റർ.
അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പം ഞങ്ങളിത് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഞങ്ങൾക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് വഴി തെറ്റി, ഞങ്ങളൊന്ന് കറങ്ങി വന്ന് ഇപ്പോൾ കറക്റ്റായി അല്ലേ? ഈ തക്കടു നമ്മളിപ്പോൾ എത്തുമല്ലോ. തക്കടുവിന് ഉറക്കം വരുന്ന കേട്ടോ. ആള് ഞാൻ പറഞ്ഞില്ലേ 2.5 മണിക്കൂർ കൊണ്ടുള്ള 5 മണിക്കൂർ ഇത്രയും നേരം ഇരുന്ന് മടുത്തു. അമ്പലത്തിന്റെ ബാക്ക് ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ വരുമ്പോൾ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കാണാം. കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കയറിയിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് കയറാം. ഇത് ഏതോ അമ്പലമാണ്. ഏത് അമ്പലം ഇത്? അമ്പലമൊന്നും അറിയില്ല. മുരുകന്റെ ക്ഷേത്രമാണ് എന്തായാലും. നമ്മൾ എത്താറായെന്ന് തോന്നല്ലേ? അപ്പൊ നമ്മൾ എത്തും തക്കടു. എന്നിട്ട് നമുക്ക് ഉറങ്ങാട്ടാ. ചേട്ടാ ഒന്ന് മാറി തരുമോ? ചേട്ടാ റോഡിന്റെ നടുക്കൂടൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മള് എവിടെയാണ് നമ്മളുടെ എവിടെയാണ് ഞങ്ങൾ എത്തിയിട്ടാ. ദേ കാണുന്നതാണ് ഞങ്ങളുടെ റിസോർട്ട്. അവന്തി ഹോം സ്റ്റേ ആണ് കേട്ടാ. എത്തിയല്ലോ. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. എത്തി തക്കടു സ്ഥലം എത്തി. നമുക്ക് ഇറങ്ങാം. അത്രേ ഉള്ളൂ അല്ലേ? ലിഫ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വേറെ ആരും കയറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. കാർഡ് എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. ഇനി ഞങ്ങൾക്കൊന്ന് ഉറങ്ങണ്ടേ? ഉറങ്ങണം. ഓക്കെ. ഹായ്, നമ്മുടെ റൂമിലെത്തിയല്ലോ. തക്കടുവിൻ്റെ റൂമിലെത്തിയല്ലോ. റൂമിലെത്തി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. എൻ്റെ തക്കടുവിൻ്റെ റൂമിലെത്തി. ഓക്കെ. ഇതിപ്പോ ഒരു വീട് പോലെ തന്നെ അല്ലേ? ഹേ തക്കു, ഇപ്പൊ വീട് പോലെ തന്നെ അല്ലേ തക്കു? തക്കുവിന് ഇഷ്ടായില്ലേ? തക്കുവിന് ഇഷ്ടായി. ഇതാണ് ലിവിങ് റൂം അല്ലേ? ഇത് ലിവിങ് റൂമാണ് കേട്ടോ. കൊള്ളാം, നൈസാണ്. വീട്ടിലെ പോലെ തന്നെ ലിവിങ് റൂം, അവിടെ TV, പിന്നെ ഡൈനിങ് ടേബിള്, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഡൈനിങ് ടേബിള്, ഒരു വാഷ് ബേസൺ അടുത്തായിട്ട് തന്നെ. പിന്നെ ഇത് ബെഡ്റൂമാണ്. നമുക്കൊരു ഫാമിലിക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇത് ബാത്റൂമാണ്. ഇല്ല, നല്ലതാ. ഇത് ബാത്റൂമാണിത്. ബാത്റൂമും അടിപൊളിയാണ്. പിന്നെ ഇത് മസ്റ്റാണ് അല്ലേ തക്കടു?
ഇതെവിടെ എത്തിയാലും മസ്റ്റ് സാധനമാണ് കേട്ടോ, മിറർ. ഞങ്ങൾക്ക് ഒരുങ്ങാൻ. പിന്നെ ഇനി ഒരു റൂമും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു. ഇതെന്താണ് സംഭവം? ഇത് നോക്കാവേ എന്താണ്. കിച്ചൺ ഇവിടെയാണ്. ലൈറ്റ് എവിടെയാ? കിച്ചണാണിത്. വീട്ടിലെ പോലെ തന്നെ കിച്ചണൊക്കെ ഉണ്ട്. ഇവിടെയും നമുക്ക് ഗ്യാസ് ഉണ്ട്. എന്താ പറയുന്നത്, ബേബിയൊക്കെ ആയിട്ടാ ഇതേ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസും, പാത്രങ്ങളെല്ലാം ഉണ്ട്. ഒരു വലിയൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇത് തന്നെ മതിയല്ലേ. ഇതെന്താന്ന് നോക്കാം. ഇത് വെസ്റ്റേരി. ഇത് മറ്റേ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു, അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു സെറ്റപ്പാണ്. ഇനിയും ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്, അതുകൂടെ കാണാം. ഫ്രിഡ്ജ് ഉണ്ട്. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ സൂക്ഷിക്കാം. ഇനിയിപ്പോൾ ഒരു ബെഡ്റൂം കൂടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ടേബിളും ചെയറൊക്കെ ഉണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഇരിക്കാം അല്ലേ, ഇവിടെ കിടക്കാം അല്ലേ. നമുക്കിത് മതി അല്ലേ, ഇത് മതി. ഇവിടെ വലിയ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫിക്സ് ചെയ്യാൻ തക്കടോ. ഒരു കല്യാണത്തിനും അപ്പം നിങ്ങൾക്ക് എന്താ പറയണേ, ഇതൊരു കല്യാണ ഫംഗ്ഷന് വരുന്നവർക്കാണെങ്കിലും ചോറൂണിന്, പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസ്, കുട്ടികളുടെ അരങ്ങേറ്റം, അങ്ങനെ എന്തുണ്ടെങ്കിലും വരുന്നവർക്ക് ഒരു ഫാമിലി ആണെങ്കിലും കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ആയിട്ടൊരു കുറച്ച് പീപ്പിൾസ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. കാരണം വീട് പോലെ തന്നെയാണ് ഇവിടെ. എല്ലാവർക്കും കിടക്കുകയും ചെയ്യാം. 2 ബെഡ്റൂമുണ്ട്, കിച്ചണുണ്ട്, പിന്നെ ലിവിങ് റൂമുണ്ട്, എന്താ പറയുന്നത്, ഡൈനിങ് റൂമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു വീട് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ എന്തായാലും വരുമ്പോൾ ഇവിടെ എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. എനിക്കിഷ്ടമായി. നിനക്കിഷ്ടമായില്ലേ? തക്കടൂന് ഇഷ്ടമായില്ലേ? വന്ന് കയറിയപ്പോൾ തന്നെ ഇവരിവിടെ ഭയങ്കര കളിയായിരുന്നു കേട്ടത്. ആൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു കേട്ടാ. ഭയങ്കര കളിയാണ് അവര്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ ഞങ്ങളൊന്ന് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ടാറ്റ ടാറ്റ. കുളിച്ചിട്ട് വരാം ഞങ്ങൾ ഫ്രഷ്. ഇവിടെ ആരും ബെല്ലടിച്ചൊരു മിനിറ്റ് നോക്കട്ടെ. ചേച്ചി ഇത് ഓ താങ്ക് യു. ഇത് വെൽക്കം ഡ്രിങ്ക് ആണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഞാൻ വോയിസ് കൊടുത്താ പോയത്, പക്ഷേ മൈക്ക് എങ്ങനെ ഓഫായി. അതുകൊണ്ട് അത്രയും ഭാഗത്ത് വോയിസ് കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വോയിസ് ഓവറാണ് കൊടുത്തേക്കണത്. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ റൂമിലിരുന്നപ്പോൾ തക്കുടൂന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ട്രാവൽ ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയത്. പക്ഷേങ്കിൽ ഇടയ്ക്ക് എത്തിയപ്പോൾ ആൾ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. നാളത്തെ ചോറൂണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് ചോദിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡയറക്റ്റ് കയറിയാൽ മതി. പിന്നെ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിട്ടുന്ന റെസിപ്റ്റ്, ഫോൺ കൊണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് റെസിപ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. അപ്പം ഞങ്ങളത് പ്രിൻ്റ് കൂടെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ നല്ല ക്യൂ ഉണ്ട്. കാരണം വൈകിട്ട് ആഹാരത്തിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്.
ഞങ്ങളിവിടെ എന്താ പറയുക, അവിടെ കുറച്ച് ക്യൂവേ ഉണ്ടായിരുന്നുള്ളൂ. വൈകിട്ടായതുകൊണ്ട് തന്നെ കുറച്ച് ക്യൂവേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസാദം വാങ്ങാൻ എത്തിയതാണ്. ആ പ്രസാദ കൗണ്ടറിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഗൂഗിൾ പേ എടുക്കില്ല കേട്ടോ, ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. പക്ഷെ കുഴപ്പമില്ല, ATM ഉള്ളവർക്ക് തൊട്ടടുത്ത് തന്നെ ഈ പ്രസാദ ക്യൂവിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് എന്താ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ATM ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് എടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് നേരം ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് അറിഞ്ഞേ ഗൂഗിൾ പേ എടുക്കൂല. പ്രസാദ കൗണ്ടർ തെക്കേനടയിലാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേ എടുക്കൂല, ക്യാഷായിട്ട് മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ തൊട്ടടുത്ത് തന്നെ ATM ഉണ്ട്. അങ്ങനെ ചെയ്യാം. പ്രസാദ കൗണ്ടർ പടിഞ്ഞാറാണ്. കുറച്ച് മുമ്പ് വന്നപ്പോൾ ഇവിടെ ക്യൂ ഉണ്ടായിരുന്നില്ല, ഇപ്പം നല്ല ക്യൂ ഉണ്ട്, കുറച്ച് ക്യൂ ഉണ്ട്. കുറച്ച് നെയ്പായസവും പഞ്ചസാരയും പിന്നെ കദളിപ്പഴം അല്ലേ? കദളിപ്പഴം. പാൽപ്പായസം ഇല്ല, പാൽപ്പായസം തീർന്നതാണ്. വൈകിട്ടുണ്ടാവും, തീർന്നതാ നാളെ രാവിലെ ഉണ്ടാവും. 10 മണിക്കാണ് തുടങ്ങുന്നത്. ഇങ്ങനെ എഴുതിക്കണോ? എഴുതിക്കാൻ പറ്റില്ല. ഡെയിലി ഇവിടെ കലാപരിപാടികളുണ്ടാവും. ഞാൻ എപ്പോഴൊക്കെ ഗുരുവായൂർ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ ഡാൻസ് കണ്ടിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസ് നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തൊഴാൻ വന്നപ്പോഴും ഇവിടെ ക്ലാസിക്കൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. തക്കുടു ഒരു ഇത്തിരി നേരത്തേക്ക് ഉറങ്ങിപ്പോയി. തക്കുടു കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു തക്കുടുവിന് കേട്ടോ. ആള് ഭയങ്കര കളിയിലാണ്. തക്കുടു അങ്ങനെ ഗുരുവായൂരമ്പലം ഉണ്ണിക്കണ്ണൻ്റെ നടയിലൂടെ ഞങ്ങളുടെ കുഞ്ഞിക്കണ്ണൻ വെറുതെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ തക്കുടു? ആളെ നമുക്ക് അകത്ത് കയറാൻ പറ്റൂലല്ലോ, തക്കുടുവിന് ചോറ് കൊടുത്തതിന് ശേഷമല്ലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ വെറുതെ ഇന്നൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതേ. ഇവിടെ ചോറൂണിന് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്താൽ പ്രിൻ്റ് എടുക്കണം കേട്ടോ, കാരണം ഇവിടെ ഫോൺ ഉള്ളിൽ കൊണ്ടു കയറാൻ പറ്റാത്തതുകൊണ്ട് പ്രിൻ്റ് എടുക്കണം. പിന്നെ തക്കുടൂന് ഉറക്കം വരുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം റൂമിലോട്ട് പോവാണ്. ഇത് പിടിച്ചോ. ആന തക്കുടു, ആനയെ നോക്ക് മുത്തേ, മുത്തപ്പ ആനയെ നോക്കടാ. ആനയെ നോക്ക് തക്കുടു. ഞങ്ങൾ ആനയെ കണ്ട്, ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ആനയെ കണ്ടല്ലേ തക്കു? ഉറക്കം വരണം. ഹായ് ആനെ. ചോറുണ്ട് വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.